ഒരു തർക്കവുമില്ല, നല്ല വിവേചനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം 12-ാം ദിവസത്തേക്ക് കിടക്കുകയാണ് ഇവരുടെ സമരം. അവർ ഈ വെയിലത്ത് പൊരിവെയിലത്ത് ഇങ്ങനെ ഈ സ്ത്രീകൾ സമരം ചെയ്യുന്നത് എന്തിനാണ്? അവർ ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാനാണ് അവർ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയല്ല, അതിനോട് ഇൻസെൻസിറ്റീവായ പ്രതികരണങ്ങളാണ് രണ്ട് മന്ത്രിമാരും നടത്തിയത്. ധനമന്ത്രി ആയാലും മതി. ധനമന്ത്രി പറഞ്ഞത്, ഒരു ഘട്ടത്തിൽ പറഞ്ഞത് അവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്, ആരൊക്കെയോ കുത്തിയിളക്കി നടത്തുന്ന സമരം എന്നുള്ളതാണ്. അങ്ങനെ കുത്തിയിളക്കി സമരം ചെയ്യേണ്ട സാഹചര്യമല്ല. അവർക്ക് അവരുടെ അനുഭവത്തിൽ നിന്നാണ് അവർ ആ സമരം ചെയ്യുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ബിന്ദു അവരുടെ സംഘടനയുടെ പ്രതിനിധിയാണ്. അവർ പറയുന്നതാണ് അവരുടെ ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്കൊക്കെ തുടങ്ങുന്ന ജോലിയാണ്. ആ ജോലി പിന്നീട് അവസാനിക്കുന്നില്ല. രാത്രി അവർക്കൊരു ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുക എന്നുള്ളതല്ല അവരുടെ ജോലി. ആശുപത്രിയിൽ പോകണം. ചിലപ്പോൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അടിച്ചുവാരലാകാം, വൃത്തിയാക്കലാകാം. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് പിന്നീട് അവർക്ക് ഫീൽഡ് വർക്കിനേക്ക് ചാർജ് കിട്ടുന്നു. ആ ഫീൽഡ് വർക്ക് ഓരോ ദിവസം വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ കുട്ടികളുടെ പൾസ് പോളിയോവുമായി ബന്ധപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ ഗർഭിണികളുടെ എണ്ണം എടുക്കലായിരിക്കാം, ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധന്മാരുടെ പരിചരണമായിരിക്കാം. അവരുടെ കാര്യത്തിൽ എന്താണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കലായിരിക്കാം. അവർക്ക് മരുന്ന് കിട്ടുന്നുണ്ടോ യഥാസമയം എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കലായിരിക്കാം. ഇങ്ങനെ പല രൂപത്തിൽ പോകുന്നു. പല വീടുകളിൽ നിന്നും അവർക്ക് പല അനുഭവങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിയുന്ന വൃദ്ധമാരായ ആളുകൾ എങ്ങനെയൊക്കെ പെരുമാറും, ചിലപ്പോൾ ദേഷ്യത്തിൽ പെരുമാറുന്നവരുണ്ടാകാം, ആട്ടിപ്പായിക്കുന്നവരുണ്ടാകും. അവരോടൊക്കെ വളരെ അനുഭാവപൂർവ്വം പ്രതികരിക്കുന്നത് എന്താ വെച്ചാൽ ആത്യന്തികമായ ഒരു നേഴ്സാണ്, നേഴ്സിൻ്റെ മനസ്സോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ശരിക്കും ആ രൂപത്തിൽ സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുന്ന അവരുടെ ജീവിതം എത്രത്തോളം ദുർഘടമാണ്. ഇങ്ങനെ ഈ മാസത്തിൽ 29 ദിവസം പണിയെടുത്ത് ഒരു ദിവസം, ഒരൊറ്റ ദിവസം അവരുടെ ഈ വാർഡ് തല സമിതിയിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അപ്പക്കട്ടിയും 7,700 രൂപ. 7,000 രൂപ തികച്ച് എല്ലാ മാസവും കിട്ടുന്ന ഒരൊറ്റ ആശാവർക്കർമാരില്ല എന്നാണ് പറയുന്നത്. ഒറ്റ ആശാവർക്കർമാരില്ല. ആ രൂപത്തിലാണ് എല്ലാവരിൽ നിന്നും ഒരു ദിവസം 2 ദിവസമൊക്കെ ചിലപ്പം ഈ യോഗത്തിൽ പോയേക്കും, അവർ ജോലി ചെയ്യുന്നുണ്ടാവും, ആ യോഗത്തിൽ പോയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും അതിൽ നിന്ന് പൈസ കട്ട് ചെയ്യും. ഇതാണ് അവരുടെ ജീവിതാവസ്ഥ. അപ്പോൾ പലതരത്തിൽ അവരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പിന്നീട് ഈ ഒരു വീട്ടിൽ നിന്നും ഒരാളിൽ നിന്നും 60-ലേറെ വിവരങ്ങൾ തിരക്കണം. ഒരു ചെറിയ കാര്യമല്ല. അത് തിരക്കി അത് എഴുതി വെച്ചിട്ട് അത് ആശുപത്രിയിൽ പോയി അത് അവിടെ രേഖാമൂലം അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിനു ശേഷമേ അവർക്ക് മടങ്ങാൻ പറ്റുകയുള്ളൂ. അതിനുള്ള സമയം രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ രാത്രി അയക്കാം എന്നുള്ളതാണ്. മാത്രമല്ല ഈ പങ്കെടുക്കുന്ന ആളുടെ മൊബൈലിലേക്ക് OTP അയച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കേണ്ടത്. അതാണ് ഈ മന്ത്രി നേരത്തെ പറഞ്ഞത്, ശൈലി ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞത്. ശൈലി ആപ്ലിക്കേഷനിൽ ഈ OTP നൽകുമ്പോൾ അത് ഇപ്പോഴത്തെ OTP തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും അതിനോട് സഹകരിക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയം. പിന്നീട് ഇവർക്കാകെ 200 രൂപയാണ് ഈ ഫോൺ റീചാർജ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. 200 രൂപ. 200 രൂപയിൽ എങ്ങനെയാണ് ഇവർ കൂടുതൽ ആളുകളിൽ നിന്ന് കാര്യങ്ങൾ തിരക്കുകയും അവരെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക? ഒരു പ്രൈവറ്റ് കണക്ഷൻ എടുക്കാൻ എത്ര രൂപയാകും എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. BSNL ഇവരാരും ഓപ്റ്റ് ചെയ്യുന്നില്ല. BSNL കാര്യങ്ങൾ നടക്കാറില്ല. അതുകൊണ്ട് അപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഇതൊക്കെ ഈ 7,000 നിന്നാണ് പോകുന്നത്. ഇനി ഇൻസെൻറ്റീവ് നൽകേണ്ട കേന്ദ്രമാണ്, കേന്ദ്രം കൊടുത്തിട്ടില്ല. കേന്ദ്രം നൽകേണ്ട 100 കോടി നൽകാത്തതുകൊണ്ട് അതും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടി വരുന്നു എന്ന് മന്ത്രി വീണ പറയുന്നുണ്ട്. പക്ഷേ മന്ത്രി വീണ ജോർജ് പറയുന്നത് നമുക്കിതാ ഡൽഹിയിലേക്ക് പോകാം സമരവുമായി, ഞാനും ഉണ്ട് കൂടെ. അത് പറയുന്ന ശരിയായ രീതിയല്ല. കാരണം ഇവിടെ സർക്കാർ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടാണെങ്കിൽ കേന്ദ്രത്തെ പറയാം. കേന്ദ്രം ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യം ചെയ്തോ? അത് പോട്ടെ. സംസ്ഥാന സർക്കാർ കേന്ദ്രം നൽകുന്ന തുക കിട്ടാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചേനെ. ആ ബുദ്ധിമുട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് മന്ത്രിസഭാ തീരുമാനം. അവിടെ ഇരട്ടിയിലധികം ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്താണ് KV തോമസ് ഈ കേന്ദ്ര പ്രതിനിധി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. ചില കാര്യങ്ങൾ അദ്ദേഹം പോയി സംസാരിക്കുന്നു, കേന്ദ്രമന്ത്രിമാരെ കാണുന്നു. അദ്ദേഹത്തിന് പരിചയമുണ്ടാകും. ഇത്ര കാലത്തെ ദീർഘകാലം മന്ത്രിയായി, ദീർഘകാലം കേന്ദ്രമന്ത്രിയായി, ദീർഘകാലം MP ആയി, കേന്ദ്രത്തിലെ മന്ത്രിമാരുമായിട്ടും MP-മാരുമായിട്ടൊക്കെ നല്ല ബന്ധവും സൗഹൃദവും ഉണ്ടാകാം, സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാകാം. പക്ഷേ അതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടം, എന്തൊക്കെ നേടിയെടുത്തിരിക്കുന്നു KV തോമസ് എന്ന കേന്ദ്ര പ്രതിനിധി? സമ്പത്തിനേക്കാൾ കുറച്ചുകൂടി, നേരത്തെ സമ്പത്തായിരുന്നല്ലോ, സമ്പത്തിനേക്കാൾ കുറച്ചുകൂടി ആളുകളിലേക്ക്, നേതാക്കളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ എന്ത് നേടിത്തന്നൊരു ചോദ്യമുണ്ടല്ലോ. പകരം അദ്ദേഹത്തിന് എന്തൊക്കെയാണ് നേടേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല രൂപമുണ്ട്. കാരണം എനിക്ക് ശമ്പളം വേണ്ട, ഓണറേറിയം മതി എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? അങ്ങനെ ആയി കഴിയുമ്പോൾ എല്ലാ പെൻഷനും വാങ്ങാം. MLA പെൻഷൻ, MP പെൻഷൻ, അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള പെൻഷൻ എല്ലാം അദ്ദേഹം നേടുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തോട് ഈ വർധനയെക്കുറിച്ച്, യാത്രാപത്രിയുടെ വർധനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ മനസ്സറിഞ്ഞ സഹായം തീരുമാനം വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന്. അറിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ അടുത്ത് സർക്കാരിനോട് പ്രതിപക്ഷത്തു നിന്നും ഒരു MLAയുടെ ചോദ്യം, എത്രത്തോളം KV തോമസിൻ്റെ കാര്യത്തിൽ ചിലവായി എന്ന് ചോദിക്കുമ്പോൾ 2021 മുതലുള്ള കണക്ക് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നുണ്ട്. 57.41 ലക്ഷം രൂപയാണ് ഇതുവരെ ചിലവായതെന്ന്. അതുകൂടാതെയാണ് ഇപ്പോൾ യാത്രാപത്ത് 11 ലക്ഷത്തിന് മേലെയാക്കി കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അത് അവിടെ നിൽക്കുന്നു. ഇനി PSC അംഗങ്ങളുടെ കാര്യത്തിൽ, PSC അംഗങ്ങൾ നിലവിൽ 21 ആണല്ലോ ഉള്ളത്. ഒരു ഇത് ഒഴിച്ചിട്ടിരിക്കുകയാണ്, സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ 20 അംഗങ്ങൾ, ചെയർമാൻ അടക്കം PSC അംഗങ്ങൾക്ക് ഇപ്പോൾ വർദ്ധിപ്പിക്കാനുള്ള എന്ത് സാഹചര്യമാണുള്ളത്?
ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുമ്പോൾ കേന്ദ്രത്തിലേക്ക് നമുക്ക് സമരം ചെയ്യാമെന്ന് പറയുമ്പോൾ PSC കാരുടെ കാര്യത്തിൽ എന്താണ് പറ്റാത്തത്? അപ്പോൾ എന്താണ് ഒരു PSC അംഗമാകാനുള്ള യോഗ്യത? രാഷ്ട്രീയം മാത്രമാണ് യോഗ്യത, വേറെ ഒരു യോഗ്യതയുമില്ല. ഒരു രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ, അതായത് സർക്കാരുമായി ബന്ധം, അതിലുള്ള സ്വാധീനമൊക്കെ അനുസരിച്ച് PSC അംഗമാകാം. അപ്പോൾ അങ്ങനെ ആയിക്കഴിയുമ്പോൾ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, 1ാം ക്ലാസ് ടിക്കറ്റുണ്ട്, PA ഉണ്ട്, ദാഫിദാറുണ്ട്, ഡ്രൈവറുണ്ട്, ആശ്രിതർക്ക് ചികിത്സയ്ക്ക് പണമുണ്ട്, ചെയർമാന് കാറും വീടുമുണ്ട്. എന്താ സുഖം? അതിനൊക്കെയുള്ള പണം കൂട്ടിക്കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ പൈസയില്ല എന്ന് പറയുമ്പോഴാണ് ഈ വശത്ത് ഈ രൂപത്ത്, അതുപോലെ ഹൈക്കോടതി സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കൂട്ടി അവർക്കൊക്കെ ചിലപ്പം കാലാനുസൃതമായി കൂട്ടേണ്ട സാഹചര്യമായിരിക്കാം. പക്ഷേ അതിന് പണമില്ല എന്നൊരു വശത്ത് പറയുമ്പോൾ അത് വളരെ തുച്ഛമായ തുക മാത്രം കൂട്ടി ചെയ്യുന്നു. ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ, ഇവിടെ വിലവർധനയുടെ കാലത്ത് ജീവിക്കാനുള്ള ഒരു 21,000 രൂപ ചോദിക്കുന്നവർക്കാണ് 7,000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴും പറയുന്നത് എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളിവിടെ കൂടുതലാണ് അത്ര കൊടുക്കുന്നത്. അപ്പോൾ കേന്ദ്രം നമുക്ക് പലതും തരാതിരിക്കുമ്പോൾ എന്താ ഇവിടെ സംസ്ഥാനം പറയാറ്? നമ്മുടെ ജീവിത നിലവാരം ഉയർന്നതാണ്, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതാണ്, അപ്പോൾ നമ്മുടെ ഉയർന്ന ജീവിത രീതിയാണ്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തരണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതേ മന്ത്രി തന്നെ പറയുകയാണ് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളിവിടെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പ് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഇലക്ഷൻ വരാനാകുമ്പോഴേക്കും ഇവിടെ ക്ഷാമത്തെ കൂട്ടിയിട്ടും ആ സമയത്ത് ഈ ഓണറേറിയം കൂട്ടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. ഈ വിവേചനം കൃത്യമായി ജനം മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ജനം പെരുമാറും. ആ സ്ത്രീകൾക്കൊപ്പമാണ് ഞാൻ. അവർ സമരം ചെയ്യാൻ ഇന്ന് അവർ പറയുന്നുണ്ടായിരുന്നു, മറ്റ് ജില്ലകളിൽ നിന്നും സമരത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്ന സ്ത്രീകളുടെ വാഹനം അടക്കം ഭീഷണിപ്പെടുത്തി വാഹനത്തിൽ നിന്ന് അവരെ തിരിച്ചയച്ചിട്ടുണ്ട്. അങ്ങനെ സമരത്തിൽ എണ്ണം അധികം കൂടണ്ട എന്ന് പറയുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് CPM പ്രതിനിധി ഉണ്ടായിരുന്നില്ല. കാരണം അവർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ മറ്റൊരു പ്രതിഷേധ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വിവേചനത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ, നടപടി ഉണ്ടായില്ലെങ്കിൽ ജനം മുഴുവൻ സർക്കാരിനെതിരെ തിരിയും. Meet the editors.